ശരി. ശ്രീ രമേശ് മാത്യു, മാധ്യമപ്രവർത്തകൻ. ശ്രീ രമേശ് മാത്യു, ഇത്തരം 102 എന്ന ഒരു വലിയ അക്കത്തിലേക്ക് യു.ഡി.എഫിന് എത്താൻ കഴിഞ്ഞത് എങ്ങനെയാണെന്നാണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? അതിൽ വെള്ളാപ്പള്ളി നടേശന്റെ പങ്ക് എത്രത്തോളമുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ കോൺഗ്രസ് നേതാക്കളായാലും ലീഗ് നേതാക്കളായാലും ആവർത്തിച്ച് പറയുന്ന വർഗീയ പ്രചാരണങ്ങൾ, അതിനെതിരെയുള്ള സെക്യുലർ മനസ്സുകളുടെ ഏകീകരണമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ ന്യൂനപക്ഷ ഏകീകരണം നടക്കുമെന്നുള്ളൊരു പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സെക്യുലർ മനസ്സുകളുടെ ഏകീകരണം സംഭവിച്ചിരിക്കുന്നു എന്നതാണോ അങ്ങയുടെയും വിലയിരുത്തൽ? സ്മൃതി പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശന്റെ പല പ്രൊവോക്കേഷൻസിനും മുസ്ലിം ലീഗ് മിണ്ടാതിരുന്ന അത് അവരുടെ മര്യാദ കൊണ്ട് മാത്രം. അവർ ഒന്നക്ഷരം അദ്ദേഹത്തിനെതിരായിട്ട് പറയുകയുണ്ടായില്ല. വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും അതിര് കടന്ന രീതിയിലുള്ള വർഗീയതയൊക്കെ നടത്തിയ സമയത്തും ഒക്കെ ശരിക്കു പറഞ്ഞാല് ആ സമയത്ത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിക്ക് തടയാമായിരുന്നു. നേരെ തന്നെ അദ്ദേഹത്തിനോട് ഇതിന് കൺട്രോൾ ഏർപ്പെടുത്താമായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ അതെല്ലാം കണ്ടുകൊണ്ടിരുന്നുകൊണ്ടൊക്കെയുള്ള ദോഷമാണ് ഇപ്പൊ വന്നത്. പലരും ആദ്യം തന്നെ ചോദിച്ചു, ഇത് CPM-നെതിരായിട്ടുള്ള വേർഡിക്റ്റ് ആണോ അതോ പിണറായി വിജയനെതിരായിട്ടുള്ള വേർഡിക്റ്റ് ആണോ? അതെല്ലാം കൂടെ ഉള്ളതാണെന്നേ ഞാൻ പറയുള്ളൂ, ചുരുക്കത്തിൽ പറഞ്ഞാല്. അല്ലെങ്കിൽ എങ്ങനെയാണ് 47ഉം 54ഉം വർഷമൊക്കെ ആയിട്ട് CPM-ന്റെ കയ്യിലിരിക്കുന്ന സീറ്റുകൾ പലതും പോയത്? ഇപ്പൊ തളിപ്പറമ്പ്, പയ്യന്നൂർ, പിന്നെ EMS പണ്ട് അത് നീലേശ്വരം ആയിരുന്നു, ഇപ്പൊ തൃക്കരിപ്പൂരിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. ഇങ്ങനെ വളരെ മുമ്പാണ്, 57ലോ മറ്റോ ആണ്. അപ്പൊ അത്രമാത്രം ഒരു ആന്റി ഗവൺമെന്റ് ഫീലിംഗ് ഇന്ന് മനുഷ്യരുടെ ഇടയിൽ ശരിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നിന്നെല്ലാം രാജു പി നായർ ആദ്യം പറഞ്ഞ പോലെ ഒരു പാഠം ഉൾക്കൊണ്ട് തന്നെ കോൺഗ്രസ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ CPM-നെ കാര്യമായിട്ട് കോർണർ ചെയ്യാൻ കോൺഗ്രസിന് പറ്റിയേക്കും. കാര്യം ഏതോ ഒരു പാനലിസ്റ്റ് പറയുന്ന കേട്ടു, BJP ജയിച്ച 3 സീറ്റിലും കോൺഗ്രസ്സുകാരാണ് 3-ാം സ്ഥാനത്ത് പോയി UDF-ന്റെ സ്ഥാനാർത്ഥികളെന്ന്. അതിലൊന്നും ഞാൻ വലിയ കാര്യമാക്കുന്നില്ല. കാര്യം BJP എന്ന് പറഞ്ഞു BJP-യെ വലുതാക്കുകയാണ് അങ്ങനെ പറയുന്നവരെന്ന് ഞാൻ വിചാരിക്കുകയുള്ളൂ. അല്ലാതെ BJP-ക്ക് ശരിയാണ്, BJP-ക്ക് തീർച്ചയായിട്ടും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ BJP എന്നുള്ള പേര് പറഞ്ഞ് പിന്നെയും BJP-ക്ക് കൂടുതൽ അപ്രമാദിത്യം അനുവദിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ കാണുന്നത് പല സ്ഥലങ്ങളിലും. പക്ഷെ ഇപ്പൊ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കാണും, BJP-ക്ക് വളരാവുന്നതിന് ഒരു പരിധിയുണ്ട്. നമ്മുടെ സ്റ്റേറ്റിലെ കമ്മ്യൂണൽ സോഷ്യൽ ഇക്വേഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് രീതിയിലുള്ള വോട്ടുകളാണ് BJP-ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ലിമിറ്റ് ഉണ്ട്, ഒരു ബോർഡർ ഉണ്ട്. അതുപോലെ അല്ല ശരിക്കും പറഞ്ഞാൽ CPM-നും കോൺഗ്രസിനും ഇന്നിവിടെയുള്ള മാസ് ബേസ്. ശ്രീ രമേശ് മാത്യു, പക്ഷേ എല്ലായിടത്തും BJP പതുക്കെ അവരുടെ ബേസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അങ്ങേക്ക് അറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പശ്ചിമ ബംഗാൾ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ ഇപ്പോൾ FCRA ഭേദഗതി വന്ന ശേഷം ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയ ഒഴുക്കൊന്നും BJP-യിലേക്ക് ഉണ്ടാകില്ല എന്ന് കരുതുമ്പോൾ അനൂപ് ആന്റണിക്ക് കിട്ടിയ വോട്ടും ഒക്കെ ഒന്ന് പരിശോധിക്കേണ്ടി വരും, എത്രത്തോളം അവിടേക്ക് ഒഴുകിയിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ അത് അവിടെ നിൽക്കുന്നുണ്ട്, അത് വളരുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. 3 താമര വിരിഞ്ഞുവെങ്കിൽ അത് ഗൗരവത്തിൽ കാണേണ്ട കാര്യം തന്നെയാണ്. അത് ശ്രദ്ധിച്ചു കാണും. 3 താമരയും വിരിഞ്ഞത് സൗത്ത് കേരളയിലാണ് ഉണ്ടായിരിക്കുന്നത്. സൗത്ത് കേരളയുടെ പൊളിറ്റിക്സ് ഈ രീതിയിലേക്ക് പോയാൽ ഇപ്പം ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒരു 35 to 40 ഇയേഴ്സിന് മുമ്പായിരുന്നെങ്കിൽ നമുക്കറിയാം BJP കൂടുതൽ വോട്ട് പിടിച്ചാൽ അതിന്റെ ക്ഷീണം UDF-നാ പറ്റിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ഓഫ് ലേറ്റ് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അത് അവിടെ BJP കൂടുതൽ വോട്ട് പിടിക്കും തോറും അത് പഴയ CPM-നെയാണ് അഫക്ട് ചെയ്തിരിക്കുന്നത്. CPM-നെ അല്ലെ LDF-നെയാണ് അഫക്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് 1984-ലെ ട്രിവാൻഡ്രം ലോക്സഭാ ഇലക്ഷന്റെ കാലം മുതൽ ഇങ്ങോട്ട് ആ ട്രെൻഡ് വളർന്നുകൊണ്ടിരിക്കും അവിടെ. അങ്ങനെ അന്ന് ഹിന്ദു മുന്നണിയായിട്ടാണ് BJP നിന്നത്. ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇരിക്കുന്നവർ പലരും ഓർക്കുന്നുണ്ട്, കേരളവർമ്മ രാജ മത്സരിച്ചപ്പം അന്ന് BJP-യുടെ പ്രസൻസ് ആക്ച്വലി LDF-നെ അവിടെ എതിരായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അന്ന് എല്ലാവരും ഓർത്ത ഇതൊരു ടെമ്പററി ഫെനോമിനാണ്. പക്ഷെ പിന്നെ ഗ്രാജുവലി വന്നിരിക്കുന്നത് ഇപ്പം ശരിക്കും BJP ഈസ് കട്ടിങ് ഇൻ ടു ദി CPM ആൻഡ് ലെഫ്റ്റിസ്റ്റ് വോട്ട്സ്. അതൊരു റിയാലിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരി തന്നെ. പക്ഷേ അതിന് തന്നെ ഒരു പരിധിയുണ്ട്, ഒരു ബോർഡർ ഉണ്ട്. ഇപ്പൊ കാൽക്കട്ടയിലെ കാര്യം ഇപ്പം സ്മൃതി പറഞ്ഞതുപോലെ ഒക്കെയുണ്ട്. അവിടെ എന്തായിരുന്നു കുറെ നാളായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പാ കണ്ടത്, ഈ സുവേന്ദു അധികാരിനെ ഈ തൃണമൂലിന്റെ ആൾക്കാരിട്ട് ഓടിച്ചിട്ട് തല്ലുന്നത്. ആ രീതിയിൽ ഒരു സ്റ്റേറ്റ് ലീഡർക്ക് നേരെ വരെ കൈവെക്കാൻ പോകുന്ന സ്ഥലം അവിടെയാണ് ജംഗിൾ രാജ് ഉണ്ടായത്. അതിനെതിരെ റൂറൽ ഏരിയാസിൽ അതിഭയങ്കരമായ പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട്, അവിടെ നടന്നിട്ടുണ്ട്. ആ പോളറൈസേഷന്റെയും കൂടെ റിസൾട്ടാണ് ഇന്ന് നമ്മൾ കണ്ടത് വെസ്റ്റ് ബംഗാളില്. അല്ലെങ്കിൽ തൃണമൂൽ ഇത്ര മാസീവായിട്ടൊന്നും തോക്കുന്ന ആരും പ്രതീക്ഷയല്ല. ആ ഒരൊറ്റ ഇൻസിഡന്റ്
ടിവിയിലും ഒക്കെ കണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഡിസ്കസ് ചെയ്ത് എന്റെ സുഹൃത്തുക്കളായ പത്രപ്രവർത്തകരൊക്കെ ബംഗാളിലുണ്ട്. അവര് തന്നെ പറഞ്ഞു ആ ഒരൊറ്റ സീനില് എന്തുമാത്രം ഫെൻസിറ്റേഴ്സ് ആയിട്ടുള്ള വോട്ടേഴ്സ് മാറിയിട്ടുണ്ടെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. മിഡിൽ ക്ലാസ്സസ് ആയിട്ടുള്ളവര്. മമതയ്ക്ക് വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു മിഡിൽ ക്ലാസ്സസിനിടയിൽ. അവിടെ പോലും ഒരു വളരെ സിവിയർ എറോഷൻ ആണ് ഉണ്ടായത് അതിനുശേഷം. കഴിഞ്ഞ ഒരു 10 days മുമ്പല്ലായിരുന്നു ആ സംഭവം. തീർച്ചയായിട്ടും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.